ഹലോ, ഇന്ന് നമ്മുടെ ഈ ഒരു ഓറഞ്ച് ഉപയോഗിച്ചിട്ട് ഒരു സ്കിൻ വൈറ്റനിങ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഈ ഒരു ഓറഞ്ച് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ തൊലി റിമൂവ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം തൊലി എടുത്തതിന് ശേഷം കഴുകുന്നതിലും കുറച്ചും കൂടി ഈസി എന്ന് പറയുന്നത് ഇതിൻ്റെ മേലെ തന്നെ നമ്മളൊരു ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ചെടുക്കുന്നതാണ് നല്ലത്. കാരണം ഒരുപാട് മരുന്നുകൾ അടിച്ചിട്ടായിരിക്കും ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ക്രീം ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് നമ്മളത് മുഖത്ത് ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ മേലെയുള്ള ആ ഒരു മൂക്ക് അങ്ങ് ചെത്തിക്കളഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി റിമൂവ് ചെയ്തെടുക്കാം. നമുക്ക് ഓറഞ്ചിൻ്റെ ഉള്ളിലുള്ള പഴമല്ല വേണ്ടത്, നമുക്ക് ഈ തൊലിയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഓറഞ്ചൊക്കെ ആകുമ്പോൾ ഇതിപ്പോൾ ഇവിടെ നാവൽ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓറഞ്ചാണ് കേട്ടോ. നിങ്ങളടുത്ത് നാട്ടിലുള്ള ഓറഞ്ച് കളർ മുസമ്പി എടുക്കുക, അതേപോലെ തന്നെ ഓറഞ്ച് കൊടുക്കുക. അപ്പോൾ നാട്ടിലുള്ള ഓറഞ്ചിൻ്റെ തൊലീൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഈ ഒരു വൈറ്റ് കളർ നാരുണ്ടല്ലോ, ഓറഞ്ചിൻ്റെ നാര് അതുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ നന്നായി റിമൂവ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് ആ വൈറ്റ് കളറുള്ള ആ പാർട്ടല്ല, ഇതിൻ്റെ തൊലിയാണ്. ഈ തൊലി ഞാനിത് ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുന്ന വീഡിയോൻ്റെ അടുത്ത് നിന്ന് മിസ്സായതാ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഒരുപാട് അങ്ങനെ വൈറ്റ് കളർ ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ആക്കി എടുക്കണം. നിങ്ങളുടെ അടുത്തുള്ള ഉള്ളിൽ ഒരുപാട് നാരുകളുണ്ട്, അതെല്ലാം റിമൂവ് ചെയ്ത് വെറും തൊലി മാത്രം ഇങ്ങനെ വൃത്തിയാക്കി കഴുകി എടുക്കണം കേട്ടോ. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പാത്രമൊന്നും എടുക്കണ്ട. പഴയ പാത്രം ഉണ്ടെങ്കിൽ നല്ല വൃത്തിയായി കഴുകിയെടുത്തതിന് ശേഷം ആ ഒരു തൊലി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഈ തൊലി നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ ആ തൊലീൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു സത്തെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഈ തൊലീനൊന്ന് വേവിച്ചെടുക്കുകയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തൊലീൻ്റെ ഉള്ളിലുള്ള ഒരുപാട് വൈറ്റ് പാർട്ട് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി എടുക്കണം. പിന്നെ തൊലി നല്ല വൃത്തിയിൽ കഴുകിയെടുക്കണം. കാരണം ഒരുപാട് മരുന്നടിച്ച് വരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്ത ഈ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം കുറച്ചൊന്ന് വെറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടോ, നല്ലോണം തിളച്ച് വെള്ളം കുറച്ചൊന്ന് വെറ്റിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതൊന്ന് തൊലി ഒന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടിലിട്ടിട്ട് കൊണ്ടുപോയി അടിച്ചാൽ നിങ്ങൾക്കറിയാലോ, നല്ല ചൂടിലിട്ട് അടിച്ചാൽ മിക്സിയുടെ ടോപ്പ് അങ്ങ് തെറിച്ചു പോകും. അപ്പോൾ അത് ഡേഞ്ചറാണ്. അപ്പോൾ ഒന്ന് ചൂടാറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ള ആ വെള്ളം ഉണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത് തരാം. ഒരുപാട് വെള്ളം നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫുള്ള് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഈ ഒരു തൊലി മുങ്ങി നിൽക്കുന്ന രീതിക്കുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അത് ആ സത്ത് തന്നെ ഒഴിച്ചു കൊടുക്കണം, വേറെ വെള്ളം എടുത്ത് ഒഴിക്കരുത്. ഇതിനി നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ കണ്ടോ, ഇത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ അത് അരിപ്പയിലൂടെ അരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിലിനി എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അരിപ്പയിൽ കൂടെ അരിക്കുന്നതിൽ നല്ലത് നല്ലൊരു കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അതിലൂടെ അരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ നീര് പോലെ അത് കിട്ടും. അപ്പോൾ ഞാനിതൊരു അരിപ്പയിൽ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിൽ ഇനി അരിയാത്തത് എന്തെങ്കിലെല്ലാം ഉണ്ടെങ്കിലെല്ലാം അത് ഒഴിവായി കിട്ടും. പിന്നെ ഈ ഒരു ക്രീം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓറഞ്ചും ക്യാരറ്റും അത് അങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് ബീട്രൂട്ട്, ആപ്പിൾ, ഇതൊക്കെ നമ്മുടെ സൗന്ദര്യവർദ്ധനത്തിന് ഒരുപാടധികം സഹായിക്കുന്ന ഒന്നാണ്. അതിലൊത്ത് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നതാണ് ഓറഞ്ചും ക്യാരറ്റും. ഇത് രണ്ടും നമ്മുടെ ഫേസ് അത് തിന്നാലും കുടിച്ചാലും തേച്ചാലും എല്ലാം ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ്. ഞാൻ ഒരുപാട് അത് ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്കുകളും അതുപോലെ ഡ്രിങ്ക്സും എല്ലാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. പിന്നെ ഈ ഓറഞ്ചിൻ്റെ ഒരു സെറം ഞാൻ ഉണ്ടാക്കിയിരുന്നു. അത് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നതാണ്. ഞാൻ രാവിലെയും രാത്രിയെല്ലാം അത് ആ ഒരു സെറം ഉപയോഗിക്കാറുണ്ട് മുഖത്ത്. നമ്മുടെ മുഖത്തിനൊരു ഫ്രഷ് ലുക്ക് നൽകാനും അതുപോലെ തന്നെ നല്ലൊരു കളർ വരാനെല്ലാം സഹായിക്കുന്ന ഒരു സെറാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് ഈ ഒരു ഓറഞ്ച് ക്രീമും. പക്ഷേ ഈ ഓറഞ്ച് ക്രീം ഉണ്ടാക്കുന്നേരം നിങ്ങൾ ആ തൊലി നന്നായി കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാനിത് നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് അര ഗ്ലാസ് വെള്ളം എടുക്കുക. അര ഗ്ലാസ് ഒന്നും വേണ്ട, ഒരു 1/4 ഗ്ലാസിൻ്റെ കുറച്ച് കൂടുതൽ വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറാണ് നമ്മൾ ആഡ് ചെയ്യൽ. ഞാനിങ്ങനെയുള്ള ക്രീം ഉണ്ടാക്കുന്ന കോൺഫ്ലോറിൻ്റെ പകരം വേറെ ഗോതമ്പ് പൊടി, അരിപ്പൊടി ഇതെല്ലാം യൂസ് ചെയ്യാമെന്നെല്ലാം ചോദിക്കാറുണ്ട്. പാടില്ല കേട്ടോ. കോൺഫ്ലോർ തന്നെ വേണം. അപ്പോൾ ആ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫേസിന് ആ ഒരു വൈറ്റനിങ് കിട്ടണമെന്നുണ്ടെങ്കിലും കോൺഫ്ലോർ തന്നെ വേണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമ്മൾ അരിച്ച് മാറ്റി
മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഓറഞ്ചിൻ്റെ ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ കോൺഫ്ലോർ അടിയിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ക്രീമിൻ്റെ മണം എന്ന് പറയുന്നത് നല്ല ഓറഞ്ചിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു ക്രീമിൻ്റെ സ്മെല്ല് നന്നായിട്ട് ഇഷ്ടമാവും. അത്രയും നല്ലൊരു സ്മെല്ലാണ് ഇതിന്. നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് കുറുക്കിയിട്ട് നമ്മൾ ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കി കൊണ്ടുവരണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ കുറുക്കിയെടുക്കുമ്പോഴെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അടിക്കൊന്നും പിടിച്ചു പോകാണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ക്രീം ഉണ്ടാക്കുമോ അത് പെർഫെക്റ്റ് ആയിട്ട് സമയം എടുത്തിട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ദിവസം സമയമുള്ള സമയത്ത് ഇതൊന്ന് ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്കൊരു 15 ദിവസമെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീം ഉണ്ടാവും. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് കുറുക്കിയെടുക്കുക. ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഞാനൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുകയാണ്. കുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കോൺഫ്ലോർ ഇട്ടതുകൊണ്ട് ഇത് കുറുകി കിട്ടും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യരുതെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ആ പാത്രത്തിൽ നിന്ന് ഒരു വിട്ട് വരുന്ന രൂപത്തിലേക്ക് അതാവും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഇത് ഈ ഒരു രൂപത്തിലേക്ക് ആകുന്ന സമയത്താണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ ഏകദേശം ഈ ഒരു ആകുന്ന സമയത്ത് തന്നെ നമ്മൾ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. കാരണം അതിൻ്റെ ചൂട് കിടന്നിട്ട് അത് കുറച്ചും കൂടി കുറുകും. ഇതിപ്പോൾ കറക്റ്റ് നമ്മുടെ ക്രീമിന് വേണ്ട കൺസിസ്റ്റൻസി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനിത് ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ സൂക്ഷിക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അവസാനമായിട്ട് ഒരു സാധനം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ പിന്നെ എല്ലാവരും യൂസ് ചെയ്യുന്ന അലോവേര ജെല്ലാണ്. വീട്ടിൽ ഉപയോഗിക്കുന്ന, അതായത് വീട്ടിലുള്ള അലോവേര ജെല്ല്, പുറത്തുനിന്ന് വാങ്ങാത്ത അലോവേര ജെല്ല് യൂസ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് വേണേൽ യൂസ് ചെയ്യാം. പക്ഷേ അത് പുറത്ത് വെച്ചിട്ടൊന്നും നമുക്ക് കുറേ കാലം ഈ ക്രീം സൂക്ഷിക്കാൻ വേണ്ടി പറ്റില്ല, കേടായി പോകും. അപ്പോൾ പുറത്തുനിന്നുള്ള അലോവേര ജെല്ല് തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്തത് ഏത് കണ്ടെയ്നറിലാണോ, അതായത് ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചില പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നമ്മൾ ഇട്ട് സൂക്ഷിക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ ഉണ്ടാക്കിയത് ഒരു 15 ദിവസത്തിനെല്ലാം ഉണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കണ്ട. ഒരു ആഴ്ചത്തേക്കുള്ള എല്ലാ സാധനവും ഒരാഴ്ചത്തേക്കുള്ള ഉണ്ടാക്കി സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാനിത് അടച്ച് വെച്ച് ഇതേപോലെ തന്നെ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് ബെസ്റ്റ്. എന്നാൽ പിന്നെ നമുക്കൊരു പേടിയും ഇല്ലാണ്ട് അത് എടുത്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പുറത്ത് വെച്ചാൽ ചിലപ്പോൾ അത് കേടായിപ്പോയോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും നമുക്ക്. അപ്പോൾ നമ്മളിതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാത്രി കിടക്കുമ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ ഫേസ് ക്രീം പുറത്തുനിന്ന് വാങ്ങിയിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യൽ, അത് ജസ്റ്റ് ഒന്ന് തേച്ച് നമ്മൾ മുഖത്ത് പിടിപ്പിക്കുകയാണല്ലോ ചെയ്യുക. പിന്നെ നമ്മളത് കഴുകി കളയാനൊന്നും നിൽക്കുന്നില്ല. അതേപോലെ തന്നെ രാത്രി കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഫേസ്, നെക്ക്, നിങ്ങളുടെ കൈ, കാല് എല്ലാ സ്ഥലത്തും നിങ്ങൾക്കിത് തേക്കാം. ബോഡിയിലെല്ലാം തേക്കാം. നല്ല സ്മെല്ലും ആയിരിക്കും. ഇങ്ങനെ തേച്ചതിന് ശേഷം കിടന്നുറങ്ങിയാൽ മതി. പിറ്റേന്ന് രാവിലെ പിന്നെ ഇളം ചൂടുള്ള വെള്ളത്തിൽ മുഖം കഴുകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല അടിപൊളി മണവും എല്ലാം ഉള്ള ഒരു ക്രീമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിലൂടെ വന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ക്യാരറ്റ് ക്രീം, ക്യാരറ്റ് ഓയിൽ, ഓറഞ്ച് ക്രീം, ഓറഞ്ച് ഓയിൽ ഇതെല്ലാം നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.